ഞങ്ങളാണെങ്കിൽ നേരത്തെ നമ്മുടെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാന സർവേയുമായിട്ട് ബന്ധപ്പെട്ട് DWMS ആപ്പിനകത്ത് ഡിജിറ്റൽ ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. മോള് രജിസ്റ്റർ ചെയ്ത പ്രകാരം ജോലിയുടെ വേക്കൻസികളെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിജ്ഞാന പത്തനംതിട്ട തൊഴിൽ പദ്ധതിയുടെ ഭാഗമായാണ് കുടുംബശ്രീ പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുന്നത്. ജില്ലയിൽ DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേർക്കും 2 വർഷം കൊണ്ട് തൊഴിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ആദ്യ 3 മാസത്തിനുള്ളിൽ 5000 പേർക്ക് തൊഴിൽ ഉറപ്പാക്കും. ഉദ്യോഗാർത്ഥികളെ ജോബ് സ്റ്റേഷനിലേക്ക് വഴികാട്ടുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. നമ്മുടെ ആണെങ്കിൽ നിയോജക മണ്ഡലത്തിലെ ആറുമുള്ള 20 പേര് വരെ നമ്മുടെ ജോബ് സ്റ്റേഷന് അവിടെ ആണെങ്കിൽ ഇപ്പോൾ സ്കിൽസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അവർ നമുക്കിപ്പോൾ കൗൺസിലിംഗ് വേണമെങ്കിൽ, അതായത് കരിയർ കൗൺസിലിംഗ് വേണമെങ്കിൽ, അത് മോനെ ആ DWMSൻ്റെ ഇത് ആപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? അതിനകത്ത് റോബോട്ടിക് ഇൻ്റർവ്യൂ, കരിയർ കൗൺസിലിംഗ് അതെല്ലാം ഉണ്ടല്ലോ. ജില്ലയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ജോബ് സ്റ്റേഷൻ നിലയിലാണ് പ്രവർത്തനം. മൈഗ്രേഷൻ കോൺക്ലേവ് 2024 ഉരുത്തിരിഞ്ഞ ആശയമാണ് ജോബ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം. ഏറെ സന്തോഷത്തോടെയാണ് ഓമലൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പർ കൂടിയായ രഞ്ജു കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പം കൂടിയത്. നല്ലൊരു പദ്ധതിയാണ്. ഇപ്പം ഇവിടെ വന്ന് 2 വീട് കയറി ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി. ഇങ്ങനെ ഒരു ഇത് കിട്ടുന്ന നല്ലൊരു കാര്യമാണ്. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരള നോളജ് എക്കോണമി മിഷൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.